ഇപ്പൊ നമ്മളുടെ കേരളത്തിൽ പല ജില്ലകളിലായിട്ടും ഇന്ത്യക്ക് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് പല രാജ്യങ്ങളിലൊക്കെ ആയിട്ടും ഒക്കെ ഒരുപാട് പേര് ഇന്നലെ ഒരുപാട് പ്രതീക്ഷകളായിട്ട് ഫിജിക്കാർട്ട് എന്നുള്ള ഒരു അവസരം ഏറ്റെടുത്തിട്ട് ഇന്നത്തെ 7 AM അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരെയും ഓരോ പുലരിയും നമുക്ക് പറഞ്ഞ ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന ഓരോ ദിവസങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഇന്നത്തെ ഒരു ലക്ഷ്യയുടെ മെഗാ 7ലേക്ക് ഞാനും കൂടി ഹാർദവമായിട്ട് തന്നെ ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പൊ മാം വളരെ നല്ല രീതിക്ക് തന്നെ എന്നെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇനിയൊരു നമ്മൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇല്ല അല്ലെ? അപ്പൊ ഇന്ന് ഒരുപാട് സന്തോഷാണ്. ആദ്യമായിട്ടാണ് ലക്ഷ്യയില് ഒരു സെഷനൊക്കെ എടുക്കാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഉള്ളത്. ഫസ്റ്റത്തെ ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സന്തോഷം. കാരണം ഒരു ഇന്ന് 134 പേര് ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ മുന്നിലും അതേപോലെ തന്നെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ലീഡേഴ്സിന് മുന്നിലേക്ക് ഒരു സെഷൻ എടുക്കാൻ കഴിയാന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം തന്നെയാണ്. എന്നെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ബിന്ദു മാം പരിചയപ്പെടുത്തി. വളരെ യാദൃശികമായിട്ട്, അതായത് ഈ ഒരു അവസരം എന്നിലേക്ക് വന്നപ്പോ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമെന്നോ അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നോ അല്ലെങ്കിൽ സെയിൽസ് മാനേജർ ആവോ എന്നുള്ള ചിന്തയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ജീവിതത്തില് പല സാഹചര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് ജീവിക്കണമെന്ന് സംശയിച്ച് നിന്ന സമയങ്ങളുണ്ട്. ലൈഫിൽ നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റിച്ചിങ് ആണെങ്കിലും കേക്ക് ബേക്കിങ്ങും ട്യൂഷനും ഓഫീസ് വർക്കൊക്കെ പോയി അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ വലിയ മെച്ചങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസരത്തിലാണ് ഇന്ന് കമ്പനി സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ആയിട്ടുള്ള പ്രിയ സുഹൃത്തായിട്ടുള്ള രമ്യ മാം എന്റെ മുന്നിൽ ഈ ഒരു അവസരം എത്തിക്കുന്നത്. എത്തിക്കുന്ന സമയത്ത് ഫോണൊന്നും അധികം യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ആരോടും സംസാരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി ആരാ ചോദിച്ചു ഞാൻ തന്നെ ആയിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് ഈ ഒരു അവസരം കിട്ടുമ്പോൾ ജീവിതത്തിൽ അസീബ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ രക്ഷപ്പെടുന്ന പോലെയല്ല, ആള് റിപ്പീറ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുമ്പോൾ എന്താണ് എന്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാണ്ട് ഈ പറയണത് എന്നുള്ള ഒരു ടെൻഷനോ സങ്കടമൊക്കെ ആയിരുന്നു. പല സമയങ്ങളിൽ വിളിക്കുമ്പോൾ കോൾ എടുക്കാതെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആ മാസങ്ങൾ അങ്ങനെ കടന്നു പോവേ കാരണം എന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാത്ത ഈ ഒരു രമ്യ മാമിനെ ഇനി ഇതിനെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് അവസരം പറയരുത്, കാരണം രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇനി എന്തായാലും ജോയിൻ ചെയ്ത ഇനി ആളൊന്നും എന്നോട് ഇതിനെ കുറിച്ച് ബുദ്ധിമുട്ടിക്കില്ലല്ലോ, അങ്ങനെ ഒരു ചിന്ത കൊണ്ട് മാത്രം കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇന്ന് ഒരുപാട് ഫിനാൻഷ്യലി മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എന്താ പറയാ ലൈഫിൽ മാറ്റം വന്ന് ഒരുപാട് സന്തോഷമായിട്ട്, കാരണം എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് എനിക്കൊരു അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒരുപാട് മാറ്റമാണ് ലൈഫിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ജീവിതത്തിൽ അംഗീകരിക്കാനും സ്നേഹിക്കാനും അല്ലെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവുക എന്നുള്ളതുണ്ടെങ്കിൽ ഈ ഒരു അവസരം ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇന്ന് എൻ്റെ ശബ്ദം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അല്ലെ അതിൽ ഒരാൾക്കെങ്കിലും ഒരു അറിവോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവോ എന്തെങ്കിലും കിട്ടും എന്നുള്ളത് ഇന്നത്തെ സെഷൻ കൊണ്ട് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇന്ന് ഒരുപാട് സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് പോവാം. അതിനു മുന്നേ ഇന്ന് പറയുന്ന ഒരു കാര്യം വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നോട്ട് ചെയ്യേണ്ടവരൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയൊക്കെ ആയിട്ട് ചെയ്യാ. പരമാവധി നമ്മൾ ഞാൻ സ്പീഡൊക്കെ കുറച്ചിട്ട് എന്നെ പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ അതിനായിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ബിന്ദു മാം ഓക്കെ അല്ലേ മാം? ഓക്കെയാണ് മാം. ഓക്കെ. താങ്ക് യു മാം.
അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഇന്നിപ്പോ ഇന്നത്തെ എൻ്റെ അടുത്ത് ഒരു ടോപ്പിക് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ഇന്ന് വെൽനെസിന്റെ സാധ്യത അല്ലെ. അപ്പൊ ഇതിനു മുന്നേ വിഷ്ണു സാർ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ടീം ലക്ഷ്യയിലൂടെ തന്നെ വലിയൊരു നോളേജ് ആയിട്ട് നമ്മൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ ജോയിനേഴ്സ് ഉള്ളവർക്കാണെങ്കിൽ ചെറിയ ഒരു വിവരണം കൂടി തന്നുകൊണ്ട് ഇന്നത്തെ നമ്മളെ വിഷയത്തിലേക്ക് മാറാന്നുള്ളതാണ്. അപ്പൊ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താന്ന് പറയുമ്പോൾ, ഞാൻ മാത്രല്ല ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു കാര്യം എന്താന്ന് പറയുമ്പോൾ, നമ്മള് ലക്ഷങ്ങളോ കോടികളോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ലെവലില് നമുക്ക് എന്തുണ്ടായാലും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ആരോഗ്യം എന്നുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഒരു സമ്പന്നൻ ആരാന്ന് ചോദിക്കുമ്പോ, അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെ ഡോക്ടറെ കാണിച്ചിട്ടുള്ള കടലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് അതായത് 3 നേരം ഭക്ഷണം കഴിക്കണം എന്ന് മാത്രം ചിന്തിക്കുക മാത്രം ചെയ്തിട്ട്, അല്ലാണ്ട് 3 നേരം മരുന്ന് കഴിക്കണം എന്നുള്ള ഒരു ചിന്തയില്ലാതെ ഏത് കുടുംബത്തിനാണോ ജീവിച്ചു പോവാൻ കഴിയുന്നത്, അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം നമുക്ക് ക്യാഷ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നോക്കി നിർത്തിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാനൊക്കെ സാധ്യമാവും. പക്ഷെ ആ ഒരു അസുഖത്തിന്റെ തീവ്രമായിട്ടുള്ള നമുക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും വേദനകളാണെങ്കിലും മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ആർക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിയുള്ളൂ. എത്ര നമ്മുടെ കയ്യിൽ ക്യാഷ് ആണെങ്കിൽ പോലും നമ്മൾ തന്നെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് തന്നെയാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതത്തിൽ എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂലേ, ചുമരുണ്ടെങ്കിൽ തന്നെ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു പഴഞ്ചൊല്ല് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ അത്രത്തോളം നമുക്ക് ലൈഫിൽ നമ്മുടെ ആരോഗ്യത്തിന് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇന്ന് നമുക്കറിയാം എന്തൊരു അസുഖം വന്നാലും അല്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു പാരസെറ്റമോളിന്റെ ഗുളിക പോലും തരാതെ വിടില്ല അല്ലെ. കാരണം എന്താണ്, അസുഖം ഒന്നും ഇല്ലെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഗുളികയും തരാണ്ടിരുന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് നമ്മള് ആ ഡോക്ടർ നല്ല ഡോക്ടർ അല്ല അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് അല്ല എന്ന് പറയോ എന്നുള്ള ഒരു ഇതിലാണ്. എന്താണെന്നറിയില്ല, എന്താണെങ്കിലും കയ്യിൽ എന്തുണ്ടാവും, നമ്മളുടെ ഒരു പാരസെറ്റമോളെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഒരു ഗുളിക നമ്മൾ കഴിക്കുന്ന സമയത്തില് ഒരു തലവേദനയ്ക്കാണെങ്കിലും കാലുവേദനയ്ക്കാണെങ്കിലും ശരീരത്തെ എവിടെ വേദനയാണെങ്കിലും ഈ ഒരു പാരസെറ്റമോൾ ഗുളിക നമ്മൾക്ക് തരുന്ന സമയത്ത്, കാരണം എന്താ പാരസെറ്റമോൾ പറയുന്നതെന്ന് വെച്ചാൽ അല്ല എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഗുളിക ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോ അത് നമുക്ക് ഏത് ശരീരത്തിലെ വേദനയ്ക്കും അനുയോജ്യമാണെങ്കിൽ അതിനൊറ്റ കാരണേ ഉള്ളൂ. കാരണം നമ്മൾ കഴിക്കുന്ന ഇത് നമ്മുടെ തല മുതൽ കാൽപാദം വരയ്ക്ക് എന്താണ് ആ ഒരു സൈഡ് എഫക്റ്റ് സംഭവിക്കുന്നുണ്ട്. സ്പെഷ്യൽ ആയിട്ട് ഒരു ശരീരഭാഗത്തിന് മാത്രമല്ല അല്ലെ. അപ്പോ നിവർത്തികേട് കൊണ്ടാണ് അസുഖങ്ങൾ മാറാനാണെങ്കിലും നമ്മൾ ഇന്ന് കഴിക്കുന്ന പല മരുന്നുകളും, കാരണം ഒരു വ്യക്തിക്കും മരുന്ന് കഴിക്കണമെന്നോ ഹോസ്പിറ്റലിൽ പോകണമെന്നോ ഇഷ്ടമുള്ള ഒരു വ്യക്തി ഇല്ല അല്ലെ. ആർക്കെങ്കിലും ഇഷ്ടമുള്ള ഒരാളെങ്കിലും പോലും ഉണ്ടാവോ? ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മളുടെ ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ അസുഖങ്ങളുടെ അല്ലെ മൂർച്ച കുറയ്ക്കാനും നമുക്കൊരു സുഗമമായ ജീവിതം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇന്ന് മെഡിസിനുകൾ യൂസ് ചെയ്യണു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് അമിതമായിട്ടുള്ള വേറെയുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇത് ഉപയോഗം കൊണ്ട് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിഡ്നിയുടെ പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് അലർജറ്റിക് പ്രശ്നങ്ങള്, പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങൾക്കും എന്താണ് കേടുപാടുകളാണ് ഈ ഒരു അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് നമുക്ക് വരുന്നത്. അപ്പോ ഈ ഒരു സമയത്ത് ഇന്ന് ഈ ഒരു വെൽനെസ് എന്നുള്ള ഒരു മേഖല ഒരുപാട് വളരെ സാധ്യമേറിയ, കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും അല്ലെ, നമുക്ക് പൂർണ്ണമായിട്ട് ആരോഗ്യപരമായും അല്ലെങ്കിൽ പ്രകൃതിദത്തപരമായിട്ടൊക്കെ ജീവിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായു പോലും നമുക്ക്
പ്രശ്നമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് വെൽനെസ് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കണ ഒന്നാണ്. അപ്പൊ വെൽനെസ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിന്റെയും അതേപോലെ തന്നെ മനസ്സിന്റെയും ആരോഗ്യവും അതേപോലെ തന്നെ ക്ഷേമവും പിന്തുണയ്ക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് എന്ത് പറയാ, വെൽനെസ് എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും എന്തല്ല, ഒരു മെഡിസിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതായത് നമ്മള് രോഗം വന്നതിന് ശേഷം ചികിത്സ തേടുന്നതിനേക്കാൾ ആരോഗ്യം സംരക്ഷിക്കാൻ മുൻകരുതൽ എടുക്കലാണല്ലേ നമുക്ക് ഏറ്റവും, നമ്മൾ വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നമുക്ക് വരാതിരിക്കാൻ എന്താണോ ചെയ്യാൻ കഴിയുക അത് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ആരോഗ്യം തന്നെ നമുക്ക് വീണ്ടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വെൽനസ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാല് മരുന്നുകളല്ല, സപ്ലിമെന്റുകളാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് വെൽനസ് ഒന്നും യൂസ് ചെയ്യാണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് എന്ന് പറഞ്ഞ സമയത്ത് ജീവിതത്തിൽ വലിയ ഉന്മേഷോ ഒന്നും ഇല്ലാണ്ട് ഒരുപാട് ശരീര അസ്വസ്ഥതകൾ കൊണ്ട് പോകുമ്പോൾ ഇന്ന് നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വെൽനസ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് മാനസിക പിരിമുറുക്കങ്ങൾ കുറയാനും അതേപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ബോൾഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോവാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഒരു ഫിജിക്കാർട്ട് എന്നുള്ള ഒരു അവസരത്തില് മിനിമം ഒരു 25 SVD എങ്കിലും പർച്ചേസ് നടത്താതെ എത്തിയിട്ടുള്ള ഒരാളും ഇന്നത്തെ 7am ഉണ്ടാവില്ല അല്ലെ. അപ്പോ ചില സമയത്ത് നമുക്ക് ഈ ഒരു അവസരം തന്ന ഒരു വ്യക്തി അവർക്കോ അല്ലെങ്കിൽ ടീമിൽ ആർക്കെങ്കിലും ഉള്ള വെൽനസ് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് കൊണ്ട് ചിലപ്പോ പറഞ്ഞിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എന്താ പറയാ ഒരു 25 SVക്ക് റിച്ച് ന്യൂട്രോ പാക്ക് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം, അതായത് ഫിജിക്കാർട്ട് എന്നുള്ള ഒരു അവസരം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ നമുക്ക് ഇതിന്റെ പ്രാധാന്യം ഈ ഓരോ വെൽനസ് ജ്യൂസുകൾ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല എന്ത് ചെയ്യുക, അധികം മിക്കവാറും പേര് ഇതെടുക്കുക. പിന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, ഒരു ബോട്ടിലിന് 1000 രൂപയിൽ കൂടുതലോ അല്ലെ 1 ലിറ്ററിന് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിന് ഇത്രയും വാല്യൂ ഉണ്ടോ. പക്ഷെ അവിടെ നഷ്ടങ്ങളോ കാര്യങ്ങളോ ചിന്തിക്കുകയാണെങ്കിൽ പോലും എന്താണ് ഈ ഒരു അവസരം മാത്രം, നമുക്ക് വരുമാനം ലഭിക്കുന്നത് മാത്രം ചിന്തിച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു വെൽനസ് പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്യാ നമ്മൾ ഓരോരുത്തരാണെങ്കിലും ചൂസ് ചെയ്യുക. അല്ലാണ്ട് ഇതിന്റെ പ്രാധാന്യമൊക്കെ അറിഞ്ഞ് ഇത് നല്ലതാണെന്ന് ചിന്തിച്ച്, കാരണം എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് അങ്ങനെ വെൽനസ് പ്രൊഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലെ. കാരണം ഒരു സാധാരണ വീട്ടമ്മ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ഹൈ ക്വാളിറ്റി സാധനം മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ഉണ്ടാവും, അത് വാങ്ങണം എന്നുണ്ടാവും. പക്ഷെ നമ്മളിത് വാങ്ങാതിരിക്കാൻ ഒരു കാരണം ഉണ്ടാവും. കാരണം ആ ഒരു സാധനം ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങുന്ന വിലയുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു സാധനം കൂടി മേടിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കാം എന്നുള്ള ചിന്തയായിരിക്കും. അപ്പൊ ഈ ഒരു വെൽനെസിന്റെ പ്രൊഡക്റ്റുകളാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തുണ്ടാവില്ല, ചിലപ്പോ അറിഞ്ഞോളണം എന്നില്ല. പക്ഷെ ഇന്ന് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനാണെങ്കിലൊക്കെ വലിയ നമുക്ക് എന്താണ് ജീവിതത്തിൽ നമുക്ക് മറ്റുള്ള മെഡിസിനുകളെക്കാളും നമ്മളുടെ സംരക്ഷണം തരുന്നതാണ് വെൽനസ്. അപ്പൊ നമ്മളുടെ ഫിജിക്കാർട്ട് എന്നുള്ള ഒരു അവസരത്തിൽ തന്നെ നമുക്ക് ഇമ്മ്യൂണോ റിച്ച് പാക്ക്, അതേപോലെ ഡയബറ്റിക് പാക്ക്, കൊളസ്ട്രോൾ പാക്ക്, സ്കിൻബോ പാക്ക്, അത്തരത്തില് ഒരുപാട് എന്താണ് ഹാർട്ടോ പാക്ക്, ഇതൊക്കെ നമുക്ക് എന്ത് വരുന്നതാണ്, ഓരോ പാക്കേജ് ആയിട്ട് വരുന്നതാണ്. അത് മാത്രല്ല, ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ അംല, കുർക്കുമിൻ നാനോ, ടോണിക് വൈന്, നോനി കുംകും പ്ലസ്, അതേപോലെ തന്നെ വീഗ്രാസ് അലോവേര, ഗ്രീൻ ടീ, ഗനോഡർമൻ കോഫി, ഫെനോഗ്രീക്കിന്റെ, ത്രിഫല, അത്തരത്തിൽ എന്താണ് ഡയാ നാച്ചുറൽ, തുളസി ഡ്രോപ്സ്, അങ്ങനെ ഒട്ടനവധി എന്താണ് വെൽനസിന്റെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്ന ഒരു അറിവ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ രോഗങ്ങൾക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു സർവ്വരോഗ നിവാരണി എന്ന് അറിയപ്പെടുന്ന നോനി കോംകൂം പ്ലസ് എന്നുള്ള ഈ ഒരു വെൽനസ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതായത് നോനി പഴം എന്ന് പറഞ്ഞ സമയത്ത് അധികം ആരില്ല അങ്ങനെ കാണാത്ത, അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ ഒരു
സമയത്ത് ഇരിക്കുമ്പോഴും പല വ്യക്തികളും യൂസ് ചെയ്തിട്ടുള്ള പേസ്റ്റ് അടക്കം അല്ലെ, ഞോണിപ്പഴത്തിന്റെ, അതായത് ജ്യൂസ് ഞോനി പേസ്റ്റ് ആയിരിക്കാം അല്ലെ. അപ്പൊ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എന്താണ് അതൊരു ഭാഗമായി കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ജ്യൂസിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ മൊറിൻഡ സിൻട്രിഫോളിയ എന്നുള്ള ശാസ്ത്രീയ നാമത്തില് അറിയപ്പെടുന്ന ഒരു പഴമാണ് ഈ ഞോനിപ്പഴം എന്നുള്ളത്. അപ്പൊ ഈ ഒരു ജ്യൂസില് 85% ഞോനിപ്പഴത്തിന്റെ സത്ത് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ മഞ്ഞപ്പാവട്ട അല്ലെങ്കിൽ പിന്നാക്കായ, മഞ്ഞൾ പച്ച, പട്ടിണിപ്പഴം, അതായത് ക്ഷേമകാലത്ത് ജീവൻ നിലനിർത്താൻ കഴിച്ചിരുന്ന ഒരു പഴമായത് കൊണ്ട് തന്നെ ആ ഒരു പേരും കൂടി ഈ ഒരു ഞോനിപ്പഴത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ഒരുപാട് പേരുകളിലാണ് ഈ ഞോനിപ്പഴം അറിയപ്പെടുന്നത്. കാണുന്ന സമയത്ത് കടച്ചക്കയോട് രൂപസാദൃശ്യമുള്ള ഈ ഒരു പഴം സർവ്വരോഗ സംഹാരി എന്നും കൂടിയിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഒരു സ്ത്രീ എന്ന നിലയിലാണെങ്കിലും നമുക്കൊരു അസുഖങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വെൽനസ് പ്രൊഡക്റ്റ് ആണ് നോണികോംകും പ്ലസ് എന്നുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് അടങ്ങിയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇതില് വിറ്റാമിനുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതിൽ വിറ്റാമിൻ സി, അതായത് വിറ്റാമിനുകൾ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഊർജം ഉൽപ്പാദിപ്പിക്കാനും നമ്മുടെ ശരീരത്തിൽ സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിനുകൾ. അപ്പൊ അത്തരത്തിൽ വിറ്റാമിൻ സി, അതേപോലെ വിറ്റാമിൻ ഇ, വിറ്റാമിൻ B3, ബയോട്ടിൻ, ഫോളിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള വിറ്റാമിനുകളാണ് അടങ്ങിയിരിക്കുന്നത്. അത് മാത്രല്ല മിനറൽസ് ആയ പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയണ്, സിങ്ക് തുടങ്ങിയവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്, അസറ്റിക് ആസിഡ് തുടങ്ങിയ ആസിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ വളരെ ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ ഇവ നമ്മുടെ ശരീരത്തിൽ എന്താണ് കോശങ്ങളുടെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ വളരെ അധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സർവ്വരോഗ സംഹാരി തന്നെയാണ് നോണികോംകും പ്ലസ് എന്നുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ മൊത്തത്തില് ഊർജവും ആരോഗ്യവും നൽകുന്ന ഒരു സൂപ്പർ ഫ്രൂട്ടാണ് നോണി എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. ശരീരത്തിലെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും ഇതിനേക്കാൾ മികച്ച മറ്റൊരു പഴം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും നമുക്കില്ല അറിയുന്ന ഒരു അറിവാവില്ല. കാരണം അധികം വീടുകളിലും ഈ ഒരു നോനിപ്പഴത്തിന് റയറായിട്ട് മാത്രമാണ് കാണാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ഇതിനൊരു സ്മെല്ലും കൂടി ഉണ്ട്. അത് പഴുക്കുന്ന സമയത്തിൽ അത് ഭയങ്കര അസഹനീയമായിട്ടുള്ള, കാരണം നമുക്ക് എത്ര ആരോഗ്യ ഗുണമാണെങ്കിലും നമുക്ക് അത് അല്ലെ നമുക്കിപ്പോ കഴിക്കാൻ ഗുണകരമാവാത്ത അല്ലെങ്കിൽ മണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇന്ന് ഒരു മണോ അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെ ഒരു എന്താ പറയാ ഇഷ്ടക്കുറവൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു വെൽനസ് തന്നെയാണ് നോനി എന്നുള്ളത്. അപ്പോ നമുക്ക് ഈ ആര്യസൂക്തയുടെ ഈ നോണികോംകും പ്ലസില് അടുത്തതായിട്ട് ഇത് 85% നോനിപ്പഴം എങ്കിലും 5% കോകും എന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള ഗാർസീനിയ, അതേപോലെ തന്നെ കംബോജിയ തുടങ്ങിയിട്ടുള്ള 2 പഴങ്ങളുടെ മിശ്രിതം കൂടിയിട്ടാണ്. ഈ 2 പഴത്തിൽ നമുക്ക് ഏറ്റവും അറിയാൻ പറ്റുന്ന ഒന്നാണ് കുടംപുളി. അപ്പോ ഇതിന്റെ എക്സ്ട്രാക്റ്റും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഗോവയിലൊക്കെ അപ്പോ ഈ 2 നമ്മൾ കുടംപുളി പഴമാണെങ്കിൽ
പോലും ഇവ നമ്മുടെ ശരീരത്തെ ഭാരം നിയന്ത്രിക്കാനും അതേപോലെ തന്നെ കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു അടങ്ങിയ കാര്യങ്ങൾ കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് നോക്കാൻ കഴിയുന്നത് ഇത് മൊത്തത്തിൽ നമ്മൾ നോനി കോഗും പ്ലസ് എന്നുള്ള ഈ ഒരു വെൽനസ് ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തിന് ലഭിക്കാൻ പോണു എന്നുള്ളതാണ്. അപ്പോ ഇത് ശരിക്ക് പറയാൻ കഴിയുക ഇത് പൊതുവെ സ്ത്രീ സംരക്ഷണ ഉൽപ്പന്നമാണ് എന്നുള്ളതാണ്. അതായത് സ്ത്രീകളുടെ സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾ, അതേപോലെ ആർത്തവ വയറുവേദന, PCOD, തൈറോയിഡ്, ആർത്തവ ക്രമക്കേടുകൾ. അപ്പോൾ ഇതാണെങ്കിലല്ലേ ഒരു വലിയ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു കുട്ടി മുതൽ ഇന്ന് PCOD ആണെങ്കിലും തൈറോയ്ഡ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും നമ്മളുടെ കാലാവസ്ഥയാണെങ്കിലും നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം PCOD തൈറോയ്ഡ് എന്ന് പറഞ്ഞ സമയത്ത് ഇന്ന് BP ഷുഗർ എന്ന് പറയുന്ന പോലെ തന്നെ അത്രയും എന്താ പറയാ ആളുകളിലേക്ക് വ്യാപിച്ച് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു മെൻസസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു ഉത്തമ പരിഹാരം, ഒരു സപ്ലിമെന്റ് ആണ് ഈ ഒരു നോനി ജ്യൂസ് എന്നുള്ളത്. പക്ഷെ അത് മാത്രല്ല, ആർത്തവവിരാമം കഴിഞ്ഞ സ്ത്രീകളില് അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്താനും അതേപോലെ തന്നെ അസ്ഥികളുടെ സാന്ദ്രതയും ബലക്കുറവ് പരിഹരിക്കാനും തടയാനും എല്ലാം ഈ ഒരു ഈ നോനിയിലെ കാൽസ്യവും മറ്റ് മിനറലുകളും ഒരു പരിധി വരെ സഹായിക്കുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ആർത്തവ ചക്രം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വരുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അതേപോലെ ദഹനം സുഗമമാക്കാനും ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും അതേപോലെ മിക്കവാർക്കുള്ള പ്രശ്നമാണല്ലേ ഗ്യാസ്, അസിഡിറ്റി എന്നിവ, ഇവയെല്ലാം കുറയ്ക്കാനും ദഹന പ്രക്രിയ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ദഹന പ്രക്രിയയിലൂടെ മുന്നോട്ട് പോവാനും നോനിക്ക് കഴിയുമെന്നുള്ളതാണ്. വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, കുടലുകളുടെ സംരക്ഷണത്തിന്, അങ്ങനെ ഒട്ടനവധി നമുക്ക് ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് നമുക്ക് ഉത്തമമായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത്. പക്ഷെ ശരീരഭാരം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ശരീരത്തിൽ ഒരുപാട് വെയിറ്റോ കാര്യങ്ങളോ ഇല്ലാത്തവർ ചിന്തിക്കും ചിലപ്പോൾ നമ്മൾ അതങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് ഇല്ലെങ്കിൽ ഇനിയും വെയിറ്റ് കുറയോ എന്നുള്ളത് ഒരിക്കലും ഇല്ല. കാരണം നമ്മളുടെ ശരീരത്തിൽ കൊളസ്ട്രോളോ ബാക്കി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതാണ് നമ്മളിലേക്ക് മാറിപ്പോവുക. അതിന്റെ ഭാഗമായിട്ട് ശരീരഭാരം കുറയാനുള്ള നമുക്ക് ഒരു കാര്യം കൂടിയാണ് നോനി കുംകും എന്നുള്ളത്. അതേപോലെ ശരീരത്തിലെ പൊതുവായ ആരോഗ്യത്തിനും ഉന്മേഷം നിലനിർത്താനും സഹായിക്കുന്നു. കാരണം നമുക്കൊരു ഉന്മേഷം ഉണ്ടെങ്കിലാണല്ലേ എന്തൊരു കാര്യം ചെയ്യാനാണെങ്കിലും നമുക്ക് എല്ലാത്തിനും എന്താ പറയാ താല്പര്യം ഉണ്ടാവുക അല്ലെ. അപ്പോൾ നമ്മൾ ഒരു നല്ല ഉന്മേഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോവാനും നമുക്ക് ഈ ഒരു വെൽനസ് പ്രൊഡക്റ്റ് കൊണ്ട് സാധ്യമാവുന്നുള്ളതാണ്. അതേപോലെ ശരീരത്തിലെ ചീത്ത കൊഴുപ്പിനെ കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും നമുക്ക് നോനി സഹായകരമാവും എന്നുള്ളതാണ്. ഇത് ശരീരത്തിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരാതെ സംരക്ഷിക്കുകയും അതേപോലെ പ്രതിരോധ ശേഷി, അതായത് പ്രതിരോധ ശേഷി ഇല്ലായ്മ കൊണ്ടാണല്ലേ നമുക്ക് പല അസുഖങ്ങളും ബാധിക്കുന്നത്. കാരണം ഒരു വീട്ടില് ഒരു പനി വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അനുഭവിക്കുന്നതിന്റെ തീവ്രതയും കാഠിന്യം പലവർക്കും പല രീതിയിലായിരിക്കും. കാരണം എന്താണ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന പ്രതിരോധ ശേഷിയെ അടിസ്ഥാനാക്കിയിട്ട് അത്തരത്തില് പ്രതിരോധ ശേഷി നൽകുകയും ചെയ്യാൻ വളരെ നമുക്ക് സഹായകരമാണ് എന്നുള്ളതാണ്. ആന്റി ഓക്സിഡന്റുകൾ സമ്പന്നമായതിനാൽ ശരീരത്തിൽ ഹാനികരമായിട്ടുള്ള ഘടകങ്ങളെയും അതേപോലെ തന്നെ വിഷാംശങ്ങളെയും പുറന്തള്ളാനും ഇത് വളരെ സഹായകരമായിട്ട് തന്നെ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നോനി കുംകും പ്ലസ് എന്നുള്ളത് രക്തം ശുദ്ധീകരിക്കാനും ചർമ്മത്തിന്റെയും നമ്മുടെ സ്കിന്നിൽ രോഗങ്ങൾ
രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും തളർച്ച, വിളർച്ച, രക്തക്കുറവ് തുടങ്ങി ശരീരത്തിൽ